നെക്സ്റ്റ് വൺ ഈസ് റീഡിംഗ് കൺസോൾ ഇൻപുട്ട്. ഇങ്ങനെയാണ് ഒരു ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കുന്നത് ഇൻ എ ജാവ പ്രോഗ്രാം. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്ന പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമായിരുന്നു സിസ്റ്റം ഡോട്ട് ഇൻ, സിസ്റ്റം ഡോട്ട് ഔട്ട്, സിസ്റ്റം ഡോട്ട് ERR എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സിസ്റ്റം ഡോട്ട് ഇൻ. അപ്പോൾ കൺസോളിൽ നിന്ന് ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ നിന്ന് എടുക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എടുക്കുന്നത് എന്തിനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കുന്നതിനെ ബൈറ്റ്സ് ആയിട്ടുള്ള സ്ട്രീംസിനെ ദേ ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ക്യാരക്ടർ സ്ട്രീംസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ സ്ട്രീംസിനെ ക്യാരക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ബൈറ്റ് സ്ട്രീമിനെ ബൈറ്റ്സ് ആയിട്ടുള്ളതിനെ ക്യാരക്ടർ വൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുന്നതിനെ നമ്മൾ എന്തിലേക്കെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ക്യാരക്ടർ വൈസ് ക്യാരക്ടേഴ്സ് ആകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈൻ ആയിട്ടുള്ളതിനെയാണ് റീഡ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ദ നെയിം ഓഫ് ദി സ്ട്രിങ് അല്ലെങ്കിൽ ദ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈനുള്ള സ്ട്രിങ്ങുകളുടെ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സ്ട്രിങ്സിനെയാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഒരു ക്ലാസ് ആണ് ബഫേർഡ് റീഡർ. സോ ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോളിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ദി ക്ലാസ് ബഫേർഡ് റീഡർ. ഓക്കെ, അപ്പോൾ ഈ ബഫേർഡ് റീഡർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സും ഇൻപുട്ട് സ്ട്രീം റീഡർ അല്ലെങ്കിൽ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ്സും, യെസ്, ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സും ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ്സും സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻപുട്ട് എടുക്കാനുള്ള ഒരു സ്ട്രീം അല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാനുള്ള ഒരു സോഴ്സും. അപ്പം ഇത് 3 കാര്യങ്ങളുമാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ട, നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടാമെൻ്റൽ ആയിട്ടുള്ള ഒരു ജാവ പ്രോഗ്രാമിലെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും തറവായിരിക്കണം. അപ്പം സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്നതിന്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബഫേർഡ് റീഡർ എങ്ങനെയാണ് ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആദ്യം നമ്മൾ റാപ്പ് ചെയ്തിരിക്കുന്നത് ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. പിന്നെ അതിനെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് BR എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്, അല്ലാന്നുണ്ടെങ്കിൽ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അതാണ് BR. ഈ BRലേക്കാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തെടുക്കുന്നതിനെല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ BR ഡോട്ട് എന്ന് വെച്ചിട്ടാണ് ഈ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിൽ എന്തെല്ലാം ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം മെത്തേഡ്സുകൾ ഉണ്ടോ ആ മെത്തേഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാമിൽ പറയാം. ഓക്കെ, അപ്പം ഇതാണ് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബഫേർഡ് റീഡർ, ഇൻപുട്ട് സ്ട്രീം റീഡർ, അതായത് എന്താണ് ക്യാരക്ടർ സ്ട്രീംസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്യാരക്ടർ സ്ട്രീം 2 സ്ട്രീം ക്ലാസ്സസ് ഉണ്ട്, ഒന്ന് ബൈറ്റ് സ്ട്രീമിങ്ങും രണ്ടാമത്തേത് ക്യാരക്ടർ സ്ട്രീമിംഗ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ക്യാരക്ടർ സ്ട്രീമിങ്ങിലാണ് നമ്മൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് ഉള്ളത്, ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ് ഉള്ളത്. ഇതെല്ലാം ഇൻപുട്ടിന് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ സ്ട്രീംസ് ക്ലാസ് യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സസുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുമ്പോൾ അതിലൊരു എന്തായാലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ ഈ ഫങ്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. റീഡ് എന്ന് പറയുമ്പോൾ അത് റീഡ് ചെയ്തെടുക്കുക, ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മളിതൊരു പ്രോഗ്രാമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ java.io എന്ന് പറയുന്ന പാക്കേജിലുള്ള എല്ലാ ക്ലാസ്സസിനെയും നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്തു. അതാണ് നമ്മളുടെ ഒരു ജാവ പ്രോഗ്രാമിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ എന്തെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ക്ലാസ്സസ് ഉണ്ട്, എന്തെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സുകളുള്ള ക്ലാസ്സസ് ഉണ്ടോ അതിനെ എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്തു.
അപ്പം ആ ക്ലാസ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു ത്രോസ് ഐ ഒ, അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args ത്രോസ് ഐ ഒ എക്സെപ്ഷൻ. ഇതിൽ എക്സെപ്ഷൻസ് ഹാൻഡ്ലിംഗ് നമ്മൾ പറഞ്ഞതാണ്. അതിൽ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീവേഡ് ആയിരുന്നു ത്രോസ് ഐ ഒ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കുന്നത്, അതിന് നമ്മൾ ഐ ഒ ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, റീഡ് ചെയ്തെടുക്കാനാകുമ്പോൾ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഈ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത് ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പോൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിനെയും ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിനെയും ഒക്കെയാണ് നമുക്ക് ഈ ജാവ പ്രോഗ്രാമിൽ ആവശ്യം, ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ആവശ്യം ഇൻപുട്ടിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിഫോൾട്ടായിട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. അതായത് സിസ്റ്റം ഡോട്ട് ഇൻ മീൻസ് ഡോട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന അതെന്തായാലും ഡിഫോൾട്ടായിട്ട് നമ്മൾ ആ സിസ്റ്റം കീബോർഡിൽ നിന്ന് എടുക്കുന്ന ഡയറക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു സ്ട്രീമിനെ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഡോട്ടിൽ നിന്ന് എടുക്കുന്ന ബൈറ്റ് വൈസ് ആയിട്ടുള്ള സ്ട്രീംസിനെ നമ്മൾ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സ്ട്രീം റീഡറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെറും ക്യാരക്ടറിനെ മാത്രമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, 1 by 1 ക്യാരക്ടറിനെ മാത്രമാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെറും ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്തിട്ട് അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളൊരു എന്ത് എടുത്തിട്ടുള്ളത്, ക്ലാസ്സിന് എടുത്തിട്ടുള്ളത്. അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് BR. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഫോമാറ്റ് എന്താണ്, ക്ലാസ് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസിൻ്റെ പേര്. അപ്പം ന്യൂ എന്ന് പറയുന്ന കീവേഡിന് ശേഷം ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്, അതിൻ്റെ ഉള്ളിലുള്ള ന്യൂ ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്ന അടുത്ത ക്ലാസ്. ഈ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഡീകോഡിംഗ് ടു ക്യാരക്ടേഴ്സിലേക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഇത് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്ന കീബോർഡിൽ നിന്ന് ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ്, അതായത് ഔട്ടിനെ പ്രിൻ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. അതിൽ ജസ്റ്റ് ഒരു ക്യാരക്ടേഴ്സിനെ പ്രിൻ്റ് ചെയ്യുക, എൻ്റർ ക്യാരക്ടേഴ്സ് ആൻഡ് ക്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് എൻ്റർ ദി കീ ക്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്തെടുക്കേണ്ടത് എന്നാണ് പ്രിൻ്റ് ഔട്ടിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതായത് എന്ത് ക്യാരക്ടേഴ്സും നമുക്ക് അടിക്കാം, ക്യൂ എന്ന് അടിക്കുന്നത് വരെ ക്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ ക്വിറ്റ് ആവും എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡു വൈൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു എന്താണ് ലൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഡു എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നു എവിടെയാണോ, അപ്പം ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പെർഫോം ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സി നോട്ട് ഈക്വൽ ടു ക്യൂ ആവുന്നത് വരെ യു ക്യാൻ പെർഫോം ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ മൂവിങ് ഓൺ ടു അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇൻപുട്ടിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ നിങ്ങൾ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇൻപുട്ടിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുന്നത്, ഒരു കീബോർഡിൽ നിന്ന് ഒരു കൺസോളിൽ നിന്ന് എങ്ങനെയാണ് ഇൻപുട്ടിന് റീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം ഫോർ റീഡിങ് ദി ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ പോകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ക്യാരക്ടേഴ്സിനെ എൻ്റർ ചെയ്യുകയാണ്, അതിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ഇത് വരുമ്പം ജസ്റ്റ് അതവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളത്. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ക്യാരക്ടേഴ്സ് വൈസിന് നമ്മൾ എങ്ങനെയാണ് ഒരു കീബോർഡിൽ നിന്ന് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു എങ്ങനെയാണ് സ്ട്രിങ്സിനെ റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് ഉള്ള ഇത് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ടെക്സ്റ്റുകളുടെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെറും ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഡാറ്റനെ മാത്രം റീഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് സ്ട്രീം റീഡർ മാത്രം മതി. ജസ്റ്റ് അതിനൊരു ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അപ്പം ലൈൻ ബൈ ലൈൻ എന്ന്
പറയുമ്പോൾ അപ്പോൾ അവിടെ എന്തായാലും ക്യാരക്ടേഴ്സ് മാത്രമല്ല സ്ട്രിങ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ് സ്ട്രിങ്സിനെ റീഡ് ചെയ്യാനാണ് ഇവിടെ ബഫേർഡ് റീഡർ എന്ന് യൂസ് ചെയ്യുന്നത്, ക്ലാസ്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ്സിനെ റീഡ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ റീഡ് എന്ന് മാത്രമല്ല റീഡ് ലൈൻ എന്ന് നമുക്ക് കൊടുക്കേണ്ടി വരും. റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്, റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ മാത്രമായിരിക്കില്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവില്ലേ. ഓക്കെ, അതേപോലെ റീഡ് ലൈൻ എന്ന് പറയുന്ന ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബഫേർഡ് റീഡറിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ റീഡ് ലൈൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് ഒരു ഇതായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ടെക്സ്റ്റുകൾ. ഓക്കെ, അപ്പം ജസ്റ്റ് IO എന്ന് പറയുന്ന പാക്കേജിലെ ഫുള്ള് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ എല്ലാത്തിനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ക്ലാസ്സസിനെ എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് റീഡ് ലൈൻസ് ആണ്, നമ്മൾ അവിടെ ജസ്റ്റ് ക്യാരക്ടറിനെ മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഈ ഒരു എന്ത് വെച്ചിട്ട് ക്ലാസ് വെച്ചിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് റീഡ് എന്ന് മാത്രമായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന, അപ്പം ഈ BR ഡോട്ട് റീഡ് എന്ന് പറയുമ്പം BR എന്ന് പറയുന്നത് ആരാണ്? ബഫേർഡ് റീഡറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ബഫേർഡ് റീഡറിലേക്കുള്ള കണക്ഷൻ പോകുന്നത് BRലൂടെയാണ്. അപ്പോൾ ബഫേർഡ് റീഡറിലുള്ള ഒബ്ജക്റ്റ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BR ഡോട്ട് ബഫേർഡ് റീഡറിലുള്ള ഫംഗ്ഷൻ്റെ പേരാണ് റീഡ്. ഓക്കെ, ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് BR. അപ്പോൾ ആ BR ഡോട്ട് എന്താണോ ഫംഗ്ഷൻ, ബഫേർഡ് റീഡറിൽ വേറെ എന്തെല്ലാം ഫംഗ്ഷൻസ് ഉണ്ട് ആ ഫംഗ്ഷൻസിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് റീഡ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വി വാണ്ട് ടു റീഡ് ദി ക്യാരക്ടേഴ്സ്. ഓക്കെ, നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ അല്ല, നമ്മൾ സ്ട്രിങ്സിനെ മൊത്തമായിട്ട് അല്ലെങ്കിൽ ലൈൻസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് ലൈൻ എന്ന് പറയുന്ന ബഫേർഡ് റീഡറിലുള്ള വേറൊരു ഫംഗ്ഷനെ വിളിച്ചത്. ഓക്കെ, ബഫേർഡ് റീഡറിൽ തന്നെയുള്ള വേറൊരു ഫംഗ്ഷൻ്റെ പേരാണ് റീഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അതാണ് ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളത്. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് ഇങ്ങനെയാണ് ബഫേർഡ് റീഡ് ലൈൻ എങ്ങനെയാണ് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ സെയിം പോലെ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ ഈ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ജാവ പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ജാവ ക്ലാസ്സുകളിലുള്ള ഒരു ക്ലാസിൻ്റെ പേരാണ് സ്ട്രിങ് ക്ലാസ് അല്ലെങ്കിൽ സ്ട്രിങ്ങുകൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ ഇൻപുട്ട് സ്ട്രീം റീഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രിങ്ങിന്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോവാം. ഇൻപുട്ട് സ്ട്രീം ക്യാരക്ടർ ഇവിടെ കണ്ടോ, സ്ട്രിങ് റീഡർ എന്ന് പറയുന്ന ഒരു റീഡർ നമുക്കുണ്ട്, സ്ട്രിങ് റീഡർ എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് ചെയ്യാനാണ്, ഇൻപുട്ട് സ്ട്രിങ്സിനെ നമ്മൾ റീഡ് എടുക്കാനാണ് സ്ട്രിങ് റീഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇത് എവിടെയാണ് വരുന്നത്? സ്ട്രിങ് റീഡർ അല്ലെങ്കിൽ സ്ട്രിങ് ഇൻപുട്ട് സ്ട്രീം ഫോർ റീഡിങ് ക്യാരക്ടേഴ്സ് ഫ്രം എ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്തെടുക്കാൻ. അപ്പം നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത് ആണ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അപ്പം സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, സ്ട്രിങ് എന്ന് പറയുന്നത് ഓൾറെഡി ജാവ എന്ന് പറയുന്നതിൽ നമുക്കുണ്ട്, ജാവ ക്ലാസ്സിൽ സ്ട്രിങ് ഉണ്ട്. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനൊരു പേര് കൊടുത്തിട്ട് str എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ട് ആ സ്ട്രിങ്ങിനെ നമുക്ക് ആ സ്ട്രിങ്ങിലേക്ക് എടുക്കാം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും str എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ട് അതിലേക്കാണ് സ്ട്രിങ്സിനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻ്റർ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. അപ്പം നമ്മൾ ഈ സ്ട്രിങ് വെച്ചിട്ടാണ് അടുത്ത റീഡ് ചെയ്യുന്നത്. സ്റ്റോപ്പ് എന്ന് പറയുമ്പം ആ ലൈനുകളെല്ലാം നമ്മൾ എൻ്റർ ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പം അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ സ്ട്രിങ് str എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് ഏത് ലൈനാണോ റീഡ് ചെയ്യുന്നത് ആ റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു. അപ്പം ഏതാണോ ലൈൻ അത് കംപ്ലീറ്റ് ആയിട്ട് str എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് പോകും. അതായത് ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത്
നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഒരു അറേ ആയിട്ട് നമ്മൾ ഓരോരോ ലൈൻസിനെയും നമ്മൾ ഓരോ അറേയിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ അറേനെയാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് ഓരോന്നിനെയും ഓരോ ലൈനിനെയും അല്ലെങ്കിൽ ഓരോരോ അറേസിലുള്ള ഓരോ ക്യാരക്ടർ വൈസ് എങ്ങനെയാണ് റീഡ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോഴും എന്താണ് ഏത് ഫംഗ്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ str എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് മാത്രമായിട്ട് എടുത്തു, രണ്ടാമത് നമ്മളൊരു അറേയിലേക്ക് എടുക്കുകയാണ്. അപ്പം ലൈൻസ് ഓഫ് ടെക്സ്റ്റ് വരും, എൻ്റർ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. ഓരോ ടെക്സ്റ്റിനെയും ഓരോരോ ലൈൻസിനെ നമ്മൾ ഓരോരോ അറേയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനൊരു 100 ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു പിന്നെ ലിമിറ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഈ അറേയിലേക്ക് str ഓഫ് I എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരൊറ്റ സ്ട്രിങ്ങിനായിരുന്നു റീഡ് ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ഒരു ക്യാരക്ടറിനെ ആണെങ്കിൽ നമ്മൾ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം വിളിച്ചു, സ്ട്രിങ് ആയപ്പം റീഡ് ലൈനായി. നമ്മൾ ആ ഓരോ സ്ട്രിങ്ങിനെ, അപ്പോൾ ഒരു ടെക്സ്റ്റിനെ റീഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓരോ ലൈൻസിനെയും നമ്മൾ ഒരു അറേയിലേക്ക് എടുത്തിട്ട്, എങ്ങനെയാണ് അറേൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് str ഓഫ് I എന്ന് പറയുന്നത്. ഓക്കെ, str ഓഫ് ഐൻ്റെ ഉള്ളിലാണ് br എന്ന് പറയുന്ന ബഫേർഡ് റീഡറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ലൈൻ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ്സും അതിലുള്ള രണ്ട് ഫംഗ്ഷൻ, ഒന്ന് റീഡും ഒന്ന് റീഡ് ലൈനും. ഓക്കെ, ആ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് രണ്ട് മെത്തേഡുകളിൽ അല്ലെങ്കിൽ രണ്ട് വേ ഓഫ് റീഡിംഗ് ആണ്. ഒന്ന് ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തു, രണ്ടാമത് നമ്മളൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, മൂന്നാമത് നമ്മളൊരു ടെക്സ്റ്റിലെ ഓരോരോ ലൈൻസിനെയും റീഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ആയപ്പോൾ നമ്മളത് അറേ ആക്കി എടുത്തിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അപ്പോഴും റീഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു സിമ്പിൾ ഫംഗ്ഷനാണിത്. ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റിന് ഇങ്ങനെ നമ്മൾ എൻ്റർ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്, എൻ്റർ സ്റ്റോപ്പ് ടു ക്വിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൊടുത്താണ്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പം 2 ലൈൻസ് 4 ലൈൻസ് നമ്മളിവിടെ ചെയ്തു, എന്നിട്ട് സ്റ്റോപ്പ് എന്ന് അടിച്ചപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് എന്തൊക്കെ ലൈൻസ് ആണോ നമ്മൾ അത്രയും സ്റ്റോപ്പിൻ്റെ മുന്നിലുള്ള എല്ലാം പ്രിൻ്റ് ആവും. str ഓഫ് I എന്ന് പറയുന്ന അറയിലുള്ള ബാക്കി എല്ലാ ലൈൻസിനെയും 1 to 100ൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ആ 4 ലൈൻസും അവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, ഹിയർ ഈസ് യുവർ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലിൻ്റെ ഉള്ളിൽ ലൈൻസിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ. ഓക്കെ, അപ്പം മെയിനായിട്ട് നിങ്ങൾ ആൾക്കാരുടെ ഇൻപുട്ട് എങ്ങനെ എടുക്കാം, ആ ഇൻപുട്ട് എടുക്കുന്ന ഫോമാറ്റ് ഇങ്ങനെയാണ് ആ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. ഒബ്ജക്റ്റിലേക്ക് എങ്ങനെയാണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ഓൾസോ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഫംഗ്ഷൻസിനെ എവിടെയൊക്കെ യൂസ് ചെയ്യും? ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ റീഡ്, ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ ആവുമ്പോഴേക്കും അതിന് റീഡ് ലൈൻ ആവും. അപ്പം രണ്ടാമത്തത് നമ്മളൊരു അറേ, ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് റീഡ് ചെയ്യാനും വി ഓൾസോ യൂസ് ദ സെയിം റീഡ് ലൈൻ. ഓക്കെ, അപ്പം